അമേരിക്കയുടെ കളിക്കളം. നമ്മുടെ നാട്ടിലെ +2 പോലുള്ളൊരു സ്കൂളാണ്. സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ അകലെ കാണാം. സ്കൂൾ കഴിഞ്ഞ് കുട്ടികളുടെ സ്പോർട്സ് പരിപാടിയാണ്. ഇത് ഒരുതരം അമേരിക്കൻ സോക്കർ കളിയാണ്. നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ മാതിരിയല്ല, അതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇവരൊക്കെ തലയിൽ ഹെൽമറ്റും ഒക്കെ ഇട്ടാണ് കളിക്കുന്നത്. ഈ രാജ്യത്ത് കുട്ടികൾക്ക് പഠനത്തെക്കാളും അധികം അവർ കളികൾക്ക് പ്രാധാന്യം നൽകുന്നു. അവരുടെ ശാരീരിക മാനസിക വികാസത്തിന് അത് വളരെ സഹായകരമാണ്. അതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കുത്തിയിരുന്ന് പഠിച്ചാലേ എന്തെങ്കിലും പണി കിട്ടുകയുള്ളെന്നുള്ളതാണ് മനുഷ്യൻ്റെ ചിന്താഗതി. അതങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ജോലിയുടെ അവസരങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ഈ കുട്ടികൾക്ക് അമേരിക്ക സമ്പന്നമായ രാജ്യം എന്നുള്ള നിലയിൽ ഏതെങ്കിലുമൊക്കെ ജോലികൾ അവർക്ക് ചെയ്യാനുള്ള ധാരാളം അവസരമുണ്ട്. അതുകൊണ്ട് അവരധികം കുത്തിയിരുന്ന് പഠിക്കുകയില്ല. കൂടുതൽ സമയം ഇങ്ങനെ കായിക അഭ്യാസങ്ങളിലും കളികളിലൊക്കെയാണ് അവർ കേന്ദ്രീകരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു നല്ല സ്കൂളാണ്. പ്രിൻസ് ആനി ഹൈസ്കൂൾ എന്നാണ് ഈ സ്കൂളിൻ്റെ പേര്. ഇതൊരു പബ്ലിക് സ്കൂളാണ്. പബ്ലിക് സ്കൂളെന്ന് പറയുമ്പം ഇവിടുത്തെ സിറ്റി, നമ്മുടെ നാട്ടിലെ കോർപ്പറേഷനോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ സിറ്റിയാണിത് നടത്തുന്നത്. അതിൻ്റെ സമ്പൂർണ്ണ ചെലവും സിറ്റിയാണ്. എന്നാൽ പ്രൈവറ്റ് സ്കൂളിനേക്കാളും മേൽത്തരമായ വിദ്യാഭ്യാസ അവസരമാണ് ഈ സ്കൂളിൽ നിന്നും ലഭിക്കുന്നത്, ഇങ്ങനെയുള്ള സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ ഗവൺമെൻറ് സ്കൂളിൽ പോവില്ലല്ലോ. അവിടുത്തെ പഠനവും ഒക്കെ വളരെ തരം താഴ്ന്ന നിലയിലാണെന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട്. അത് വാസ്തവമാണ്. പ്രൈവറ്റ് സ്കൂളുകൾ, ബിസിനസ് കൺഗ്ലോമറേറ്റ്സ് നടത്തുന്ന പ്രൈവറ്റ് സ്കൂളുകളിലേ പോവുകയുള്ളൂ. അങ്ങനെ ഉള്ളിടത്ത് മാത്രമേ ഒരുവിധം നല്ല വിദ്യാഭ്യാസം ലഭിക്കുകയുള്ളൂ ഇന്ത്യയിൽ. എന്നാൽ ഇവിടെ കുഞ്ഞുങ്ങളെല്ലാം പബ്ലിക് സ്കൂളുകളിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞ് വരുന്ന വഴി ഞാനല്പം നടക്കാമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. ആ വഴിക്ക് കണ്ട കാഴ്ച പകർത്തി നിങ്ങൾക്ക് തരാമെന്ന് കരുതിയതാണ്. നിങ്ങളിത് കണ്ടിട്ട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഒരു വലിയ കളിക്കളം, ഇവിടെ വിവിധ രീതിയിലുള്ള കളികൾ നടത്തത്തക്കണക്കുള്ളൊരു വലിയ സ്റ്റേഡിയമാണിത്. ഇതിൻ്റെ അങ്ങ് അകലെയുള്ള ഭാഗം ഇവിടെ ഒന്നും കാണത്തില്ലെങ്കിലും അവിടെ വേറെ ചില കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് നന്ദി. താങ്ക് യു. ബൈ. പിന്നെ കാണാം.